എന്ന് അവരെ പറ്റി ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ ആ പാത എങ്ങനെ ഇവിടെയും പ്രാവർത്തികമാക്കാം എന്ന ഗവേഷണമാണ് ഇവർ നടത്തി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ കേസ് ഇയാള് വ്യാപകമായി ഇറക്കിക്കഴിഞ്ഞു, പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഇവരുടെ തനിനിറം എന്താണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവരും ഇപ്പൊ ഇറക്കാൻ തുടങ്ങി. അതുകൊണ്ട് അതിന്റെ ഒരു 1-2 ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അവര് പറഞ്ഞോട്ടെ, ആരാകാന്തപുരം പണ്ഡിതങ്ങൾ ഇരിക്കേണ്ടിടത്ത് ഇരുന്നോളൂ. മുസ്ലിം കേരളത്തെ ഇത്തരമൊരു സംസ്കാരത്തിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് മിസ്റ്റർ കാന്തപുരം. പാരമ്പര്യത്തിന്റെ കണ്ണികൾ പൊട്ടിച്ചെറിഞ്ഞ് വിഘടനവാദം വളർത്തി സമ്പത്തിന് പിന്നാലെ ഓടിയ നിങ്ങൾക്ക് സംഭവിച്ചത് ഉസ്താദുമാരെ കുറ്റം പറഞ്ഞതാണ്. താങ്കൾ ഇത്തരം കൃത്രിമങ്ങൾ, വഞ്ചനകൾ അവസാനിപ്പിക്കണം. നിങ്ങളുടെ കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് ചുടിച്ചോറ് മാന്തിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം, നിർത്തണം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ജനമധ്യേ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏർപ്പാട് ഇല്ല, ഇനി ഞങ്ങൾ സഹിക്കില്ല. ഹക്കിന്റെ പാതയിൽ അള്ളാഹു അനുഗ്രഹിച്ച സമസ്തയുടെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വളർന്നിട്ടില്ല കാരന്തൂരികളെ. മിസ്റ്റർ കാന്തപുരം, താങ്കളുടെ അനുയായികളെ പിടിച്ചു നിർത്താൻ കള്ളപ്രചാരണം നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. പക്ഷേ അത് ഈ ഉലമാക്കളെ അവമതിച്ചിട്ട് വേണ്ട. ഇത് സുന്നി സമൂഹത്തിന്റെ താക്കീത. ഇനിയും നിങ്ങൾ തുടർന്നാൽ നിങ്ങളുടെ ചെയ്തികൾ എല്ലാം പൊതുജനത്തിനറിയില്ല. പക്ഷേ ഞങ്ങൾക്കതറിയാം. തെളിവുകൾ സഹിതം കൊടുങ്കാറ്റായി അവ നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കും. വിദഗ്ധകാരുമായുള്ള നിങ്ങളുടെ അവിശുദ്ധ ബന്ധങ്ങൾ, ഔലിയാക്കളായ മഹാന്മാരെ നിങ്ങൾ തെറിവിളിച്ചു ജനങ്ങളെ ഹറാമിന്റെ പാതയിലേക്ക് നയിച്ച നിങ്ങളുടെ ചതികൾ, അനധികൃതമായി നിങ്ങളും നിങ്ങളുടെ കറക്കു കമ്പനികളും സമ്പത്ത് വാരിക്കൂട്ടിയത്, പിന്നെ എറണാകുളമടക്കം ഇല്ല, ഞങ്ങൾ പറയുന്നില്ല. ഈ ശബ്ദമൊന്ന് കേൾക്കൂ. തെളിവുകൾ സഹിതം ഞങ്ങൾ പറയിപ്പിക്കണോ? അപ്പൊ കണ്ടോ, പറയിപ്പിക്കണോ എന്നാ പോലും കൂടി ചോദിക്കുന്നത്. പറയിപ്പിക്കാൻ മാത്രമുണ്ട്. ഇതൊക്കെ സാമ്പിളാണ്, ടെസ്റ്റ് ഡോസാണ്. ഇനിയും ഒരുപാട് കൈവശമുണ്ട് എന്നാണ് അവര് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രൂപത്തില് എല്ലാ നിലക്കും ഇസ്ലാമിന് ചീത്തപ്പേര് മാത്രം വരുത്തി തീർത്തിട്ടേ ഉള്ളൂ. ഈ മനുഷ്യനെന്ന് കൂടെ താമസിക്കുന്ന, കൂടെ ഒരേ ആദർശം സ്വീകരിക്കുന്ന ആളുകളെ പോലും പറയാൻ തുടങ്ങി. അവസാനിച്ചില്ല, അവര് വീണ്ടും പറയുന്നുണ്ട്. ഒരു ഭാഗം കൂടി അതുമായി ബന്ധപ്പെട്ട് കേൾക്കുക. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ശൈഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. ആ പറഞ്ഞ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചെല്ലാരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കിന്റെ മേലാണ്. അത് ഉള്ളാൾ തങ്ങൾ ഹക്കിന്റെ മേലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅ്തൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ
ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? എന്താണ്? മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? ഹക്കിന്റെ എതിരിൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു, കേട്ടോളൂ. ഉലമാവിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായിപ്പോകും. ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായിപ്പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുല്ലാഹ് പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ, ഉലമാഇനെ വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പെന്താ പറഞ്ഞത്? കൃത്യമായി അവർ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഉലമാഇനെ ഉസ്താദുമാർ ആക്ഷേപിച്ചാൽ തിക്തഫലവും ആ ആക്ഷേപിക്കുന്ന രൂപവും അടക്കം അവർക്ക് കേസറ്റാപ്പതൊക്കെ. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ കുറെ കിബറും ബീമ്പും പ്രസംഗിച്ചടക്കുന്ന കുറെ അനുയായികളെയും കുറെ പണ്ഡിത നാമധാരികളെയും ഉണ്ടാക്കിയെടുത്ത് അതിന്റെ ഒരു ജനറൽ സെക്രട്ടറിയായി നടക്കുന്ന